ടിപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുടി വളരുന്നതായിരിക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ മുരടിച്ചിരുന്നാൽ മാത്രം മതിയോ, നമുക്കൊന്ന് വളർത്തിയെടുക്കണ്ടേ? മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വെറും 5 മിനിറ്റ് മാത്രം നമ്മൾ ഈ ഒരു ടിപ്പ് നമ്മുടെ തലയിൽ വെക്കുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ്, എങ്ങനെയാണ് ഈ ടിപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള നല്ലപോലെ കഴുകിയിട്ട് ഈ തരത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ പരുവത്തിന് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്താൽ മാത്രം പോരാ, അരിച്ചും കൂടി എടുക്കണം, അല്ലെങ്കിൽ ആ സവാളയുടെ എക്സ്ട്രാക്ട് ഒക്കെ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും. എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ ആ വെള്ളപ്പൊടിയൊക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഗുണം കൂടുതൽ കിട്ടത്തില്ല. അടുത്തത് നമുക്ക് വേണ്ടത് താളിപ്പൊടിയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള താളിപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം താളിപ്പൊടി 2 സ്പൂണോളം എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് പകരം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അതാകുമ്പോൾ കറക്റ്റ് പരുവമാണിത്. അപ്പൊ ഈ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തലമുടി 2ആയിട്ട് ചീവിയിട്ട് 2 സൈഡും എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ സവാളയും താളിപ്പൊടിയൊക്കെ അല്ലേ, കുറച്ചും കൂടി ഡ്രൈനെസ് വരാൻ സാധ്യത ഉണ്ടാകും. അതിനുശേഷം നമ്മുടെ താളിപ്പൊടി ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. താരനുള്ളിടത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. അപ്പൊ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ രാവിലെ കുറച്ചിങ്ങനെ ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു, എന്നാൽ പോലും ഇപ്പൊ നോക്കിയേ മുടി നല്ല രീതിയിൽ കട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ മുടിക്ക് നല്ല രീതിയിലുള്ള കട്ടി ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു പാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സവാളയാണ് ധാരാളം സൾഫർ കണ്ടന്റ് അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് കഴിവുണ്ട്. പിന്നെ ഈ മുടി നരയ്ക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് കഴിവുണ്ട്. രണ്ടാമത് നമ്മൾ ചേർത്തിരിക്കുന്നത് താളിപ്പൊടിയാണ്. അപ്പൊ നമ്മൾ ഈ താളിപ്പാക്ക് നമ്മുടെ ഈ കടകളിലുണ്ടല്ലോ, പച്ചമരുന്ന് കടകള്, അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. നമ്മളെപ്പോഴും താളിപ്പൊടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡിന്റെ താളിപ്പൊടികൾ മാത്രം എടുക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ മുടിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ താളിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, എന്തൊക്കെ റിസൾട്ടാണ് നമുക്ക് കിട്ടുകയെന്നുള്ളത് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുടി കട്ടിയായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നുണ്ട്, മുടിക്ക് കുറച്ചും കൂടി ഷൈനിങ് കിട്ടാനും കറുപ്പ് നിറമൊക്കെ വരുത്താനും, പിന്നെ അതുകൂടാതെ നമുക്ക് തേൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു താളിപ്പൊടി മാറ്റുകയും ചെയ്യുക കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം നമ്മൾ തലയിൽ വെക്കുക. എന്നിട്ട് കഴുകിക്കളയുക കേട്ടോ. കഴുകിക്കളഞ്ഞതിന് ശേഷം മുടി വിരിച്ചിട്ട് തന്നെ ഉണക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പൊ മുടി വളർച്ച കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുടി വളരുന്നതായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുടി വളർച്ച മാത്രമല്ല, മുടിക്ക് കണ്ട ഒരു ഷൈനിങ്ങും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ.